ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള ഒരു വെഡ്ഡിങ് കേക്കാണ്. അപ്പോൾ ഈ ഒരു ക്രീമിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്കിൻ ടോണാണ്, മാജിക് കളേഴ്സിലുള്ള സ്കിൻ ടോൺ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നുണ്ട്. ഈ കേക്കിന് ഞാനിവിടെ 8 ഇഞ്ചിലും 5 ഇഞ്ചിലുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണിത്. ഞാനിതിന് ഓവർനൈറ്റ് നല്ലോണം ഒന്ന് കൂളാവാൻ വെച്ചതിൻ്റെ ശേഷമാണ് ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യണത്. ഈ ഒരു കേക്കിന് ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഷാർപ്പ് എഡ്ജാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിന് ഞാനിവിടെ ഷാർപ്പ് എഡ്ജാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിനെ സ്റ്റാക്കിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കിനെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നൈഫൊന്നും ഇവിടെ തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് 2 സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഈ ഫ്ലവേഴ്സിന് ഞാൻ കേക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് 3 ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 2 ഫ്ലവേഴ്സും അങ്ങനെയാണ് വെക്കുന്നത്. അതുപോലെ തന്നെ കേക്കിൻ്റെ 3 ഭാഗങ്ങളിലായിട്ടാണ് ഇതുപോലെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലവേഴ്സൊക്കെ കേക്കിൽ വെച്ചിട്ടുണ്ട്. 3 ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ലീവ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ലീവ്സ് വെച്ചെടുക്കുമ്പോൾ ഡാർക്ക് ഗ്രീനും അതുപോലെ ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ട് ലീവ്സ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു കളറിന് സ്യൂട്ട് ആവണത് ഏത് ലീവ്സാണോ അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഡാർക്ക് ഗ്രീനാണ് ഒന്നും കൂടി സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഡാർക്ക് ഗ്രീനാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേക്കിൽ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് തീരെ ചെറിയ ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിലേക്ക് ഈ വലിയ ലീഫ് വെച്ച് കൊടുക്കുമ്പോൾ അത്ര ഭംഗി കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ലീഫിനെ ഇതുപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ലീവ്സായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഓരോ ഗ്യാപ്പിലും ആയിട്ടും ഈ ലീഫ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ലീഫുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 സൈഡിലായിട്ടാണ് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം 3 സൈഡിലായിട്ടും ഞാൻ ഈ ലീഫുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബീഡ്സ് ആണ്. അപ്പോൾ ബീഡ്സ് കൊടുക്കുമ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത് 3 സൈസിലുള്ള ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ തീരെ ചെറിയ ബീഡ്സ്, അതുപോലെ അതിനേക്കാളും കുറച്ചും കൂടി വലുത്, പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി വലുത്, അങ്ങനെ 3 സൈസിലുള്ള ബീഡ്സ് ആണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ബോട്ടിലായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു കേക്കിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ബീഡ്സാണ്. തീരെ തരിയായിട്ടുള്ള ആ ബീഡ്സില്ലേ അത് കൊടുക്കുക. ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കേക്കിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് എറിഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ കറക്റ്റിന്. അപ്പോൾ ഇതുപോലെ പ്രസ്സായിട്ടിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു കേക്കിനെ ഫുള്ള് കവർ ചെയ്തെടുക്കണം ഈ ഒരു ചെറിയ ബീഡ്സ് വെച്ചിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് അതിനേക്കാളും കുറച്ചും കൂടി വലിയ ബീഡ്സില്ലേ അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ ഗ്യാപ്പിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വലിയ ബീഡ്സിന് ഇതിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഗ്യാപ്പിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ബീഡ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെഡ്ഡിങ് കേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ടോപ്പറാണ് ഇപ്പോൾ ഞാനിവിടെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ലോഗോ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വിത്ത് ലവ് കേക്കറി എന്നുള്ള ആ ഒരു ലോഗോ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള വെഡ്ഡിങ് കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കേക്കറി ബൈ ഫിറോസ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ നെയിം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്